24-ലെ ഇന്നത്തെ അതിഥി പുതിയ കർദിനാൾ മാർ ജോർജ് കൂവക്കാടാണ്. മാർ ജോർജ് കൂവക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബഹുമതിയാണ് കത്തോലിക്ക സഭയിൽ ലഭിച്ചിരിക്കുന്നത്. ഒരു വൈദികനിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന അപൂർവമായിട്ടുള്ള ഒരു ബഹുമതിയാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. മാർ ജോർജ് കൂവക്കാട് 24-നോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. സ്വാഗതം. ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഈ വൈദികര് നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്നത് കത്തോലിക്ക സഭയിൽ അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. വെരി റയർ ഓഫ് റയറസ്റ്റ്. ഒരുപക്ഷെ അതിനു മുമ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വർക്കി വിധേയത്തിൽ കർദിനാൾ പദവിയിലെത്തിയത്. പക്ഷെ ഇത് ഒറ്റയടിക്ക് അതിലെത്തുന്നു. അത് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയും കത്തോലിക്ക സഭയും കേരളത്തിനും ജോർജ് കൂവക്കാട്ട് പിതാവിനും നൽകുന്ന ഒരു വലിയൊരു സ്നേഹവും ആദരവുമാണ്. എങ്ങനെ ഇതിനെ കാണുന്നു? കത്തോലിക്ക സഭയിലെ നേരിട്ട് വൈദിക സ്ഥാനത്തു നിന്ന് കർദിനാളാക്കുന്ന ഒരു രീതി കുറേ അധികം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും തന്നെ ഒരു നല്ല പ്രായത്തിന് ശേഷമാണ്, അത് ദൈവശാസ്ത്രത്തിലോ അതല്ലെങ്കിൽ വേറെ സഭയുടെ ഏതെങ്കിലും മേഖലയിലെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം ഒരു 70-നും 80-നും ഇടയ്ക്ക് വയസ്സുള്ള സമയത്തോ അല്ലെങ്കിൽ 80-ന് ശേഷമോ അവരുടെ സ്തുത്യർഹമായ സേവനത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനം എന്ന നിലയിൽ ഇപ്രകാരമുള്ള കർദിനാൾ സ്ഥാനം വൈദികർ കൊടുക്കാറുണ്ട്. പക്ഷേ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ വത്തിക്കാൻ്റെ നയതന്ത്ര ശുശ്രൂഷയിൽ ജോലി ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് മറ്റെല്ലാ എംബസികളും ഉള്ളതുപോലെ വളരെ ക്രമമായിട്ടുള്ള ഒരു നീക്കമുണ്ട്. സെക്കൻഡ് സെക്രട്ടറി, ഫസ്റ്റ് സെക്രട്ടറി, സെക്കൻഡ് കൗൺസിലർ, ഫസ്റ്റ് കൗൺസിലർ, അത് കഴിഞ്ഞ് അപ്പസ്റ്റോലിക് നുൻഷ്യോ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കർദിനാൾ സ്ഥാനം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു രീതി നേരിട്ട് വൈദികനായിരുന്ന എന്നെ നേരിട്ട് കർദിനാളാക്കി. 2020-ലാണ് മാർപ്പാപ്പയുടെ തന്നെ തീരുമാനമാണ്. ഞങ്ങളിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വത്തിക്കാനിലേക്ക് 5 വർഷത്തേക്ക് വരണമെന്ന തീരുമാനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും മറ്റു പലർക്കും കിട്ടിയതുപോലെ സ്ഥലമാറ്റം വത്തിക്കാനിലേക്ക് ലഭിച്ചു. മറ്റു കർദിനാള് നേരത്തെ നയതന്ത്ര രംഗത്തുണ്ടായിരുന്നപ്പോൾ പോയ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാൻ, അൾജീരിയ, കൊറിയ, കോസ്റ്ററിക്ക, ഇതൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ വലിയ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടെ അട്ടിമറി ഉണ്ടാവാം. പിന്നെ കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊന്നും അല്ല പല രാജ്യങ്ങളും. ഇറാനൊക്കെ വലിയ രീതിയിൽ യൂറോപ്പൊക്കെ ആയിട്ട് സംഘർഷത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ വത്തിക്കാന്റെ പ്രതിനിധിയായിട്ട് ചെല്ലാന്ന് പറയുമ്പോൾ പലരും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവാം. എങ്ങനെയായിരുന്നു ആ അനുഭവം? അതായത് ഈ വത്തിക്കാൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. സഭ ഒരു അമ്മയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇറാനിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ എന്നോട് പറഞ്ഞത് താമസിയാതെ ഒരു യുദ്ധത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. മറ്റ് എംബസികൾ എപ്പോഴാണ് അത് അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് അത് അടയ്ക്കേണ്ടത് എന്നുള്ള പദ്ധതികൾ വ്യക്തമായിട്ട് രൂപപ്പെടുമ്പോൾ അവരുടെ നയതന്ത്ര പ്രതിനിധികളെ ഏത് സമയത്താണ് അവർ തിരിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് സുരക്ഷിതമായി അയക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ എംബസി നമ്മൾ ചിന്തിക്കുന്നത് കുറച്ചുകൂടി അരിയും എണ്ണയും മേടിച്ച് ഈ യുദ്ധമുള്ള സമയത്തും നമ്മൾ എങ്ങനെ അവിടെ ജീവിക്കാം. കാരണം അവിടെ പ്രതിസന്ധിയും വേദനയും ദുഃഖവും ഉണ്ടാകുമ്പോൾ ഒരമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. വത്തിക്കാൻ്റെ എംബസിയാണത് ഇറാഖിൽ യുദ്ധം ഉണ്ടായപ്പോഴും ഒരിക്കലും അടയ്ക്കാത്ത ഒരു സംവിധാനം. അപ്പോൾ ആ ഒരു സംവിധാനം തീർച്ചയായിട്ടും മാനുഷികമായിട്ട് ആദ്യമൊക്കെ നമ്മളെ അല്പം ഭയപ്പെടുത്തുമെങ്കിലും അത് വളരെ ശ്രേഷ്ഠമായ ഒരു വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ അവിടെ അനുഭവ സമ്പത്തായി കഴിയുമ്പോൾ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള നമുക്ക് കൂടുതൽ അവസരമാണ്. പ്രതിസന്ധികളുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സഹായിക്കാനും കൂടുതൽ അവസരങ്ങളാണ് ലഭിക്കും. ഈ ഇറാൻ പോലുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ തീവ്രവാദികൾ, ഭീകരവാദികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വധഭീഷണിയോ അല്ലെങ്കിൽ ഭീഷണികളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇറാന് താരതമ്യേന സുരക്ഷിതമാണ്. വളരെ ശക്തമായ ക്രമസമാധാന സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഭീഷണികൾ നമുക്ക് നേരിട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്റലിജൻസ് ചില വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം എന്ന് ചില രാജ്യങ്ങൾ ജോലി ചെയ്ത അവസരത്തിൽ ചില യാത്രകൾ, മാർപ്പാപ്പയുടെ യാത്രകൾ ഓർഗനൈസ് ചെയ്യുന്ന സമയങ്ങളിൽ ഒക്കെ അങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷേ അതിനെ തീർച്ചയായിട്ടും അതിന് വേണ്ട അനുഗുണമായിട്ടുള്ള
നടപടികൾ നമ്മൾ അധികാരികളോട് ചേർന്ന് അതാത് രാജ്യങ്ങളോട് ചേർന്ന് തീർച്ചയായിട്ടും സ്വീകരിക്കും. കാരണം ഓരോ രാജ്യത്തെയുമുള്ള നയതന്ത്ര പ്രതിനിധികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അതാത് രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അത് അവരുടെ സഹായത്തോട് തീർച്ചയായും വേണ്ട പ്രതിവിധികൾ എടുക്കുമെങ്കിലും നമ്മൾ വേറെ അതേക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും എന്നതേ കവിഞ്ഞ് വേറെ നമ്മളെ പ്രത്യേകിച്ചൊന്നും അതിൽ ശ്രദ്ധിക്കാറില്ല. മാർപ്പാപ്പ നടത്തിയ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 തവണയിലേറെയുള്ള യാത്രകളിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചതും ലോകശ്രദ്ധയിൽ വന്നതും ഒന്ന് ഇറാഖിലേക്കുള്ള യാത്രയായിരുന്നു. ലോക നേതാക്കളെല്ലാം പറഞ്ഞു, മുഴുവൻ ഇന്റലിജൻസ് ഏജൻസികളും പറഞ്ഞു വധിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഒരു തരത്തിൽ ഇറാഖിൽ പോകരുത്. പക്ഷേ ഒരു വിശുദ്ധ തീർത്ഥാടനമാണ്, ഞാൻ അവിടെ പോവും എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പോകുന്നു. ഈ മാർപ്പാപ്പയുടെ തീരുമാനവും യാത്രയൊക്കെ കൂടെ നിന്ന് കണ്ട ആളാണ് കർദിനാൾ. എങ്ങനെയാണ് ആ യാത്രയെ കാണുന്നത്? ഇറാഖിലെ യാത്രയുടെ സമയത്ത് എനിക്ക് ഈ ഉത്തരവാദിത്തം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിനു ശേഷമുള്ള യാത്രകളുടെ അവസരങ്ങളിലുമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. ഓരോ യാത്രയ്ക്ക് മുമ്പും വിവിധ രാജ്യങ്ങളിലെ അവസ്ഥകളനുസരിച്ച് മറ്റ് രാജ്യങ്ങളുമായിട്ടും അവിടുത്തെ ഇൻ്റലിജൻസ് ഓഫീസുകളുമായിട്ടും നമുക്ക് ബന്ധമുണ്ട് എപ്പോഴും. അപ്പോൾ പല അവസരങ്ങളിൽ ഇതുപോലെ യാത്ര പോകുന്നതിന് 3-4 ദിവസം മുമ്പെയൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ ഒരു പത്രോസിൻ്റെ പിൻഗാമിയുടെ ഒരു യാത്ര എന്ന് പറയുന്നത് സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല. കാരണം ഇദ്ദേഹം ഒരു രാഷ്ട്രത്തലവനാൽ മാത്രമല്ല, രാഷ്ട്രത്തലവനാണ്, അതോടൊപ്പം തന്നെ ഒരു ഇടയൻ കൂടിയാണ്. ജനങ്ങളെ അടുത്ത് ചെല്ലുക എന്നുള്ളത് മാർപ്പാപ്പയുടെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ പ്രോഗ്രാം തീരുമാനിച്ചതും നിശ്ചയിച്ചിരിക്കുന്നതുമായ വഴികളൊക്കെ വിട്ടിട്ട് പോകാനായിട്ട് ജനങ്ങളെ കാണുന്നതും, പ്രത്യേകിച്ച് രോഗികളോ പാവപ്പെട്ടവരോ ഉള്ളിടത്തേക്ക് വഴിവിട്ട് സാധാരണ നിർണയിച്ചിരിക്കുന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വഴിയെടുക്കാൻ ചങ്കൂറ്റം കടിക്കുന്ന വ്യക്തിത്വമാണ്. പിതാവ് പ്രാർത്ഥിച്ച് ആണ് ഓരോ യാത്രയും തീരുമാനിക്കുന്നത്. ആ പിതാവിൻ്റെ ഉൾവിളി ദൈവം പ്രേരിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ ഒരു ശക്തിക്കും പിതാവിനെ പിടിച്ചു നിർത്താൻ പറ്റിയത്. അതൊരു വലിയൊരു ഇച്ഛാശക്തിയുണ്ട് പിതാവ്. കാരണം ഇറാഖ് ഒരു ഇസ്ലാം മത രാഷ്ട്രമാണ്. അവിടെ വളരെ കുറച്ച് ശതമാനം ക്രിസ്ത്യാനികളുള്ളൂ. ഒരു കത്തോലിക്ക സഭയുടെ 140 കോടിയിലേറെ വരുന്ന വിശ്വാസികളുടെ തലവൻ അവിടെ പോകുന്നു. എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായാൽ അതൊരു വലിയ കലാപത്തിലേക്ക് വരെ പോകാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ഇതും കൂടി ഇല്ലേ? കാരണം ധൈര്യപൂർവ്വം പോകുന്നു, പക്ഷേ ഇഫ് സംതിങ് ഹാപ്പൻസ്, അത് ഒരു 2 വലിയ മതങ്ങൾ തമ്മിലുള്ള ഇതുപോലെ വന്നുകൂടെ? അതായത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു മാർപ്പാപ്പ, പ്രത്യേകിച്ച് മാർപ്പാപ്പമാർ യാത്ര നടത്തുമ്പോൾ അവർ പോകുന്നത് ആദ്യത്തെ രാഷ്ട്രതലവൻ്റെ അതുപോലെ തന്നെ അവിടുത്തെ മെത്രാന്മാരുടെയും പ്രത്യേകമായിട്ടുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഇതൊരു കൂട്ടായ ഒരു തീരുമാനമാണ്. ക്രമസമാധാനത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഒരുപക്ഷെ രണ്ടാമത് ചിന്തിക്കുകയോ, പക്ഷേ സുരക്ഷാ ഭീഷണി എന്നുള്ള ഒരു കാരണം പറഞ്ഞ് റദ്ദാക്കാറില്ല. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് അഭയാർത്ഥി പ്രശ്നത്തിൽ, യൂറോപ്പിലെ പൊതുവെ രാജ്യങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അവിടേക്ക് വരുന്ന അഭയാർത്ഥികൾ കൂടുതലും ഇസ്ലാം മതവിശ്വാസികളാണ്. പക്ഷേ അവിടുത്തെ യൂറോപ്പിലെ വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം വളരെ തീവ്രമായിട്ട് ഈ അഭയാർത്ഥികളെ അവിടെ കയറ്റരുതെന്ന് നിലപാടെടുക്കുമ്പോൾ ഒരു മനസാക്ഷിയുടെ ശബ്ദം പോലെ ഈ അഭയാർത്ഥികളെ കയറ്റണം, ഞാനും ഒരു അഭയാർത്ഥിയായിരുന്ന ഒരാളാണ് എന്ന നിലപാടോടെ മാർപ്പാപ്പ ഒരു നിലപാടെടുക്കുന്നതിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇത് യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്കിടയിൽ മാർപ്പാപ്പയോട് എടുക്കുന്ന നിലപാടുകളോട് ഒരുപക്ഷെ ഒരു വിഭാഗത്തിനെങ്കിലും എതിർപ്പുണ്ടായിക്കൂടെ? പിതാവ് എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടങ്ങളിലെ പ്രമുഖരെയല്ല പിതാവ് കാണുന്നത്. പിതാവ് ഏറ്റവും താഴേക്കിടയിലുള്ളവരും പാവപ്പെട്ടവരും ദുർബലരെയാണ്. കാരണം അവരിലുള്ള ദൈവ സാന്നിധ്യം അത് എല്ലാം നഷ്ടപ്പെട്ടു വരുന്ന അഭയാർത്ഥികൾ, അതിൽ ചിലപ്പോഴെങ്കിലും നമുക്കറിയാം ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, അതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പണം കൊടുത്ത് ആളുകളെ കൊണ്ടുവരുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതാത് രാഷ്ട്രങ്ങൾ തടയണം, അതിന് സംവിധാനങ്ങൾ ഉണ്ടാകണം. പക്ഷേ ഒരാൾ കടൽ നടുവിൽ വന്നാൽ അവരെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നുള്ളതാണ് മാർപ്പാപ്പയുടെ നിലപാട്. അവിടെ എത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ അതാത് രാഷ്ട്രങ്ങൾ ഉത്തരവാദിത്തം, അത് നമ്മുടെ ഉത്തരവാദിത്തം. പക്ഷേ ഒരു ബോട്ടിൽ കുഞ്ഞുങ്ങളുമായി അവർ ഒരു തീരത്തു നിന്ന് പുറപ്പെട്ടെങ്കിൽ അവരെ അവിടെ മരിക്കാൻ അനുവദിക്കരുത്. അതങ്ങനെ അനുവദിച്ചാൽ നമ്മുടെ മനസാക്ഷിയുടെ പ്രശ്നമാണെന്ന് പ്രഖ്യാപിക്കുന്ന പിതാവ് അവരിലുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുണ്ട്. അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും അല്ല,
രാഷ്ട്രത്തിന് നിയമങ്ങൾക്കും അത് അവരുടെ കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുക. ഇവർ പുറപ്പെടാതിരിക്കാൻ വേണ്ട സാധനങ്ങൾ അതാത് രാജ്യങ്ങൾ പുറപ്പെടുത്തുന്നത് ചെയ്യുക. ഇവരെത്തിക്കഴിഞ്ഞാൽ ഇവരെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുകയോ അവരെ തിരിച്ച് കടലിലേക്ക് തന്നെ എനിക്കൊരു ഉത്തരവാദിത്തം, നിങ്ങൾ തിരിച്ചു പോക്കോ, ഒരു ഉത്തരവാദിത്തം എനിക്ക് താങ്കൾക്ക് എന്നെ സംഭവിക്കുക എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് മനസ്സാക്ഷിയോടുള്ള ചോദ്യമല്ലേ എന്നുള്ളതാണ് മാർപ്പാപ്പ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നിലപാട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം സംബന്ധിച്ചാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അതിൽ ഇസ്രായേലിന്റെ കൂടെയാണ് പൊതുവെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന വെസ്റ്റ്, യൂറോപ്പ്, അമേരിക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ. പക്ഷേ മാർപ്പാപ്പ എടുത്തിരിക്കുന്ന നിലപാട് പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ അവർ കൊല്ലപ്പെടുന്നത്, അവരുടെ രോദനം, അല്ലെങ്കിൽ പാലസ്തീനികൾ അനുഭവിക്കുന്ന ദുഃഖം, ഗസയിൽ നടത്തുന്ന ആക്രമണം, ഇതിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന മാർപ്പാപ്പ ഒരു എക്സ്പ്രഷൻ തന്നെ വളരെ ഇതാണ്. ഇത് വംശഹത്യയാണോ എന്ന് പരിശോധിക്കണം എന്നൊരു മാർപ്പാപ്പ പറയുമ്പോൾ അതിന് വലിയൊരു ഇതാണുള്ളത്. ഒരുപക്ഷെ 200ഓളം കോടി വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ പോലും മാർപ്പാപ്പയെ ഒരു ആരാധ്യ പുരുഷനായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ? ഒരുപക്ഷെ മറുവശത്ത് അതിന്റെ റിപ്പർക്യൂഷൻസ് ഉണ്ടാവാം. പക്ഷേ ഒരുപക്ഷെ മാർപ്പാപ്പയെ കൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. പിതാവിൻ്റേത് ഒരു രാഷ്ട്രീയ അഭിപ്രായമൊന്നുമല്ല, എവിടെ അത് എണ്ണമോ ഒന്നുമല്ല, എവിടെ മനുഷ്യൻ വേദനിക്കുന്നു അവരുടെ കൂടാണ് മാർപ്പാപ്പ. അപ്പം നമുക്കറിയാം വിവിധ രീതികളിൽ വേദനകൾ പ്രതിസന്ധി, ഒരു വേനൽക്കെടുതി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കെടുതികൾ സംഭവിക്കും, നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ മനുഷ്യൻ തന്നെ പരസ്പരം സ്പർദ്ധയുണ്ടാക്കുകയും അത് ഒരിക്കലും ഒരു യുദ്ധത്തെയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, ഒരു യുദ്ധത്തെയും മാനിക്കാൻ പറ്റില്ല. സാധാരണ യുദ്ധങ്ങൾക്ക് പോലും ഒരു നിയമമുണ്ട്. അപ്പോൾ അതിനെ ഒന്നും പാലിക്കാതെയുള്ള ആക്രമണങ്ങൾ എവിടെ നടന്നാലും, അത് ഒരു രാജ്യമൊന്നോ ഒന്നുമല്ല, പിതാവ് എല്ലായിടത്തും, അത് ഉക്രൈനാണെങ്കിലും ഇന്ത്യ അവസ്ഥയാണെങ്കിലും കൊള്ളാം, പാലസ്തീനാണെങ്കിലും കൊള്ളാം, പിതാവ് ഇസ്രായേലിൻ്റെ കാര്യം പറയാറുണ്ട്. കാരണം ഇസ്രായേലിന് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട എവിടെയും അത് എത്രയും വേഗം ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണം എന്നുള്ളത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം, പിതാവ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കിയല്ല, പിതാവ് മനുഷ്യരുടെ മനസ്സാക്ഷിയുടെ സ്വരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കത്തോലിക്ക സഭയെക്കുറിച്ച് ഇപ്പോൾ 2000 വർഷത്തെ പാരമ്പര്യമുണ്ട്. പൊതുവെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ്, മാർപ്പാപ്പമാര് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വരുന്നത് വരെ മാർപ്പാപ്പമാർ റോം വിട്ട് അധികം യാത്ര ചെയ്യാറില്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മാർപ്പാപ്പയെ വന്നിട്ടുള്ളൂ. അതിനു മുമ്പ് അത് പോൾ ആറാമൻ മാർപ്പാപ്പ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ 1964 പിന്നീട് വന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോഴാണ് ഒരു തുറവിയിലേക്ക് കത്തോലിക്ക സഭ പോവുകയും എല്ലാ രാജ്യങ്ങളിലേക്കും ചെല്ലുന്നു. അപ്പോഴും സഭയ്ക്കൊരു യാഥാസ്ഥിക മുഖം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം യൂറോപ്പിൽ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ മാർപ്പാപ്പ അതൊക്കെ പൊളിച്ചിരിക്കുകയാണ്. കാരണം സ്വവർഗാനുരാഗികൾ, ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻസ്, ഇതുപോലെയുള്ള സഭ തന്നെ സ്ത്രീയും പുരുഷനായി സൃഷ്ടിച്ചു വിവാഹത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകളിലൊക്കെ വലിയ ഒരു പുരോഗമന ചിന്താഗതി കൊണ്ടുവരുന്നു. എല്ലാവരും കൂടെ പിടിക്കുന്നു. അവർ പാപത്തെ വെറുക്കാം, പക്ഷെ പാപിയെ കൂടെ നിർത്തണമെന്നുള്ളൊരു ചിന്ത മാർപ്പാപ്പ കൊണ്ടുവന്ന് വലിയൊരു ചരിത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് കത്തോലിക്ക സഭയിൽ. നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്ര തുടങ്ങുന്നത് തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ വ്യത്യസ്തമായിട്ട് നല്ല ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടാണ് മാർപ്പാപ്പ ആകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വാർദ്ധക്യ അവസ്ഥയിലാണ് പിതാവിൻ്റെ യാത്ര തുടങ്ങിയത്. പക്ഷേ അത്ഭുതകരമാം വിധം ഇന്ന് ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഈ വർഷങ്ങൾ നമ്മൾ ഒരു ശരാശരി വർഷത്തെ സമയം എടുത്തു കഴിഞ്ഞാൽ ജോൺ പോൾ രണ്ടാമനേക്കാൾ കൂടുതൽ, മാർപ്പാപ്പയേക്കാൾ കൂടുതൽ ശരാശരി ചെറുപ്പമായിരുന്നുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധൻ്റെ യാത്രകൾ കുറേയധികം നീണ്ട യാത്രകളും സമയമെടുത്തുള്ള യാത്രകളായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ചുകൂടെ ഹ്രസ്വമായ യാത്രകളാണ്. പിതാവിൻ്റെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടെല്ലാം തന്നെ. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കുന്ന ഒരു കാര്യം, പിതാവ് പത്രോസിൻ്റെ പിൻഗാമി മാത്രമല്ല, പൗലോസ്ലിയാട് പിൻഗാമിയുടെയാണെന്ന് നമുക്ക് തോന്നും. മിഷണറി ആയിട്ട് ആർജവത്തോടുകൂടി ഓടി നടക്കാനായിട്ട് ഇപ്പോഴും യൗവനമുള്ളൊരു മനസ്സ് പിതാവിനുണ്ട്. സഭയുടെ അമ്മയുടെ മുഖം എടുത്തു കാട്ടുന്ന ഒരു പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതായത് ഏതെങ്കിലും വേദന കൊണ്ട് തൻ്റെ മകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വരുന്ന വ്യക്തികളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു അജപാലകനാണ് പിതാവ്. അതിനെല്ലാം അജപാലനപരമായിട്ടൊരു ഇടയൻ എന്ന നിലയിൽ പിതാവ് അതിന് ഇടപെടുകയും, അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരത്തില്ല,
പക്ഷേ അത് ഒരു അമ്മയുടെ കണ്ണുകളോടെ നോക്കാനായിട്ട് ആ സഭയുടെ മാതൃത്വം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മാർപ്പാപ്പ. വരുന്ന മാർപ്പാപ്പമാരൊക്കെ ഇറ്റലിയിൽ നിന്നുള്ളവരാണ്. കൂടുതൽ കർദിനാളന്മാർ ഇറ്റലിക്കാരാണ്. പക്ഷെ അതിന് മാറ്റം ഉണ്ടാവുന്നത് പോളണ്ടിൽ നിന്ന് കരോൾ വോയ്റ്റീവ മാർപ്പാപ്പയായിട്ട് വരുമ്പോഴാണ്. അപ്പോഴും യൂറോ സെൻട്രിക് ആണ്. പിന്നെയും ജർമ്മനിയിൽ നിന്ന് ബെനഡിക്ട് 16 ഇതാ മൂന്നാം ലോക രാജ്യത്ത് നിന്ന്, ഒരുപക്ഷെ ഇറ്റലിയിലാണ് ജനിച്ചതെങ്കിലും അഭയാർത്ഥിയായി പോയി അർജന്റീനയിൽ തങ്ങിയ മൂന്നാം ലോക രാജ്യത്ത് നിന്ന് ഒരു മാർപ്പാപ്പ വരുന്നു. എന്ന് വെച്ചാൽ ഈ കത്തോലിക്ക സഭ ഇറ്റലിയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ലോകത്തെമ്പാടേക്കും പടർന്നു പിടിക്കുന്നു, അല്ലെങ്കിൽ അതൊരു ഇൻക്ലൂസീവ്നെസിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ സഭയുടെ ആ സാർവത്രികമാണ്. സഭ എപ്പോഴും സാർവത്രികമായിരുന്നു. പക്ഷേ ഈ മുമ്പ് പറഞ്ഞതുപോലെ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന വിവിധ ഘടകങ്ങളിൽ കൂടുതൽ യൂറോപ്പിൽ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഇന്ന് സത്യമാണ്. ഇപ്പോൾ 80% കർദിനാളന്മാരെ മാർപ്പാപ്പയുടെ കാലത്ത് നിയമിച്ചവരാണ്. ആധുനിക കാലഘട്ടത്തെ നേരിടുന്നൊരു സഭ എന്ന നിലയ്ക്ക് കത്തോലിക്ക സഭ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ യാഥാസ്ഥികമായിട്ടുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് സഭ പുതിയ കാറ്റും വെളിച്ചവും സഭയിൽ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സഭയുടെ സാർവത്രികമാനം വിവിധ കാരണങ്ങൾ നമുക്കറിയാം. പണ്ട് നമുക്ക് റോമിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കപ്പലേ കയറി ഉള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയൊക്കെയായിരുന്നു. ഇപ്പം നമ്മളെല്ലാ വാർത്താ മാധ്യമങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ, ഇതിലെല്ലാം ലോകവും മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ കർദിനാളായിട്ടുള്ള ലോകത്തിൻ്റെ വേറെ അറ്റത്തുള്ള ഒരാൾക്ക് പറയുന്ന സമയത്ത് ചെല്ലാവുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ വിദേശ യാത്ര നടത്തുമ്പോൾ ചില കർദിനാളന്മാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഒരു സൂചന നൽകിയിരുന്നത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ വരേണ്ടിയിരുന്ന ആളാണ്. ബെനഡിക്ട് മാർപ്പാപ്പ ആയ സമയത്ത് ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്മാറിയതാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യുമ്പോൾ പിതാവ് വിവിധ കാരണങ്ങൾ കൊണ്ടാണ്, കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രബലമായിരുന്ന ഒരു ചിന്ത, ഇനി വരുന്നയാൾ ജോൺ പോൾ 2 മാർപ്പാപ്പയെ പോലെ യുവത്വമുള്ള ഒരാളറിയും. കാരണം ഇതിന്റെ ഉത്തരവാദിത്വമൊക്കെ താങ്ങാനായിട്ട്. പക്ഷെ അതല്ല സംഭവിച്ചത്. 2000 വർഷത്തെ ചരിത്രത്തിൽ ഒരു ജെസ്യൂട്ട് മാർപ്പാപ്പയായിട്ടില്ല. അപ്പൊ ജെസ്യൂട്ട് സഭയിൽ നിന്നൊരാൾ വരുന്നു. അതും പ്രത്യേകിച്ച് ജെസ്യൂട്ട്സിന്റെയൊക്കെ ആദിമകാല ചിന്തകൾ, പാവപ്പെട്ടവരോട് പക്ഷം ചേരുക, ആദിവാസികളോട്, ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ പക്ഷം ചേരുന്ന ഒരു സഭയുടെ ആ രീതിയിൽ നിന്ന് വരുന്ന ഒരാൾ അർജന്റീനയിൽ നിന്ന് വരുന്നു. അതിനൊരു പ്രാധാന്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും ഒരുപക്ഷെ നമുക്ക് ഈ മാർപ്പാപ്പമാരാകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച ആ സമയത്ത് ചിന്തിച്ച ഒരാളല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ബ്രസീലില് ലാറ്റിൻ അമേരിക്കൻ കോൺഫറൻസിൽ കണ്ട ആർച്ച് ബിഷപ്പാണ് ഞങ്ങൾക്ക് ചായ ഒഴിച്ചു തന്നത്. അപ്പോൾ ഒരിക്കലും ബെർഗോളിയോ എന്നൊരു പേര് കേട്ടപ്പോൾ ഐ വാസ് അസ്റ്റോണിഷ്ഡ്, ഈ ജെസ്യൂട്ട് ആയിട്ടുള്ള ഒരാളായോ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും ഈ കത്തോലിക്ക സഭ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് ഇത് ചെയ്യുന്നു, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നൊരു വലിയ പ്രചരണം വരുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ക്ഷണിച്ചു, വീണ്ടും ക്ഷണം പോയിട്ടുണ്ട്. അതിനൊരു സാധ്യത 2025 ഇല്ല എന്ന് പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 26 ഉണ്ടാവും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളത്. പിന്നീട് വിവിധ കാരണങ്ങൾ, കോവിഡ്, അങ്ങനെ എല്ലാ കാരണങ്ങളും ഇത് താമസിച്ചു പോയി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുത്തുള്ള സമയത്ത് തന്നെ, ഇപ്പം 2025 ഞാൻ പറഞ്ഞ പോലെ ജൂബിലി വർഷമാണ്. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം മാർപ്പാപ്പയുടെയും നമുക്ക് 88 വയസ്സ് കഴിഞ്ഞു. 2026 വളരെ സാധ്യതകൾ കൂടിയ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് കർദിനാളായിട്ട് താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരുപക്ഷെ സ്വന്തം രാജ്യത്തേക്ക് മാർപ്പാപ്പയെ കൊണ്ടുവരാമെന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യമായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിലേക്ക്. എനിക്ക് തോന്നുന്നു അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പിതാവിൻ്റെ ഹൃദയത്തിലുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ലോകസമാധാനം, മതസൗഹാർദ്ദം, സഭകൾ തമ്മിലുള്ള ഐക്യം. അപ്പോൾ അതെല്ലാം ഏറ്റവും മനോഹരമായ രീതിയിൽ ഉള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യയിലേതും, പ്രത്യേകിച്ച് കേരളത്തിലും നമുക്ക് അതിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു, നമ്മൾ അനുദിനം ജീവിക്കുന്നതാണ്. തീർച്ചയായിട്ടും പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ
അത് സമീപഭാവിയിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കപ്പെടും. കേരളത്തിൽ നിന്നുള്ള സീറോ മലബാർ സഭ 45 ലക്ഷം ജനതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് തീരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ലിറ്റർജിയുടെ പേരിൽ അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ഒരുപാട് മറ്റു മതവിഭാഗങ്ങളിലും ഇതിലൊക്കെ വല്ലാത്തൊരു ആശങ്ക മാത്രമല്ല, അതൊരു വലിയ ചർച്ച ചെയ്യപ്പെടുന്നു മാധ്യമങ്ങളിലൊക്കെ. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്രതിസന്ധി ഒരു കുടുംബ പ്രശ്നമായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഫാമിലികളിൽ തന്നെ നമുക്കുള്ള പ്രശ്നങ്ങളുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ പോലും പ്രശ്നങ്ങളുണ്ട്. നമ്മളും മാതാപിതാക്കളും തമ്മിൽ ചില അവസരങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തന്നെയല്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ ആധ്യാത്മിക മനുഷ്യരാണ്. ഇതിന് നമുക്ക് കൂടുതലും ഇടപെട്ടിരിക്കുന്നത് വത്തിക്കാൻ്റെ ഓരോ മന്ത്രാലയങ്ങളുണ്ട്. അതിൽ ഈ ഓറിയന്റൽ സഭകൾക്ക് വേണ്ടിയുള്ള ഈസ്റ്റേൺ ചർച്ചസ്, അതിനുവേണ്ടിയുള്ള മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി എൻ്റെ അധികാരികളിൽ നിന്ന് ഇതിനൊരു നിർദ്ദേശം എനിക്ക് ലഭിക്കാതെ ഞാൻ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയുകയോ ചെയ്യാറില്ല. കാരണം അതാണ് നമ്മുടെ ഒരു സംവിധാനം. കാരണം അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ മൂലം പ്രതിസന്ധി കൂടുതൽ, പിന്നെ അവർക്ക് ഈ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അനുരഞ്ജനത്തിന്റെ പാതയാണ് മാർ ജോർജ് കൂവക്കാട് സ്വീകരിക്കുന്നത്. മാർ ജോർജ് കൂവക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവ ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. വൈദിക സ്ഥാനത്ത് നിന്ന് കർദിനാളിന്റെ പദവിയിലേക്ക് നേരിട്ട് ഉയർത്തപ്പെട്ട ആ നീക്കം കത്തോലിക്ക സഭയിലും ഇന്ത്യയിലും മലയാളികൾക്കൊക്കെ വലിയ രീതിയിൽ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. മാർ ജോർജ് കൂവക്കാടിന് 24-ന്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് ഇങ്ങനെ അവസരം തന്നതിനും പ്രേക്ഷകർക്കും എല്ലാം എല്ലാവിധ നന്മകളും നേരുന്നു. പുതിയ വർഷം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയിലേതാവട്ടെ.